ഹലോ ഗൈസ്, അടുത്ത ടോപ്പിക്കാണ് ഹൂ ഈസ് ഹിന്ദു, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പേഴ്സൺ ടു ഹൂം ഹിന്ദു ലോ അപ്ലൈസ്ഡ്. അതായത് ആരാണ് ഹിന്ദു, പിന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആർക്കാണോ ഹിന്ദു ലോ അപ്ലൈ ചെയ്യാൻ പറ്റണതെന്നാണ് ഇതിൽ പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് കാണുന്നത് ഹിന്ദു എന്നത് ഹിന്ദു മതം ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 2 പ്രകാരം ഹിന്ദു ലോ ഹിന്ദുക്കൾക്ക് മാത്രമല്ല വേറെ ചില കാറ്റഗറീസ് ഉള്ള ആളുകൾക്കും ബാധകമാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇനി കാറ്റഗറീസ് പേഴ്സൺ ടു ഹൂം ഹിന്ദു ലോ അപ്ലൈസ്. ഇതിൽ പറയുന്നത് ഹിന്ദുസ് ബൈ റിലീജിയൻ സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് എ. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മതപരമായി ഹിന്ദുക്കൾക്കായ വ്യക്തികൾക്ക് ഹിന്ദു ലോ ബാധകമാണ്. അതായത് ഇതിലുൾപ്പെടുന്നത് വീരശൈവാസ്, ലിംഗിയാട്സ്, ഫോളോസ് ബൈ ബ്രഹ്മ സമാജ്, പ്രാർത്ഥന സമാജ്, ആര്യ സമാജ്. രണ്ടാമത് പറയുന്നത് ബുദ്ധിസ്റ്റ്, ജെയിൻ ആൻഡ് സിക്കീസ്. ഇത് സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് ബിയിലാണ് പറയുന്നത്. ബുദ്ധിസ്റ്റ്, ജെയിൻ, സിക്കീസ്, അതായത് ബുദ്ധിസ്റ്റ്, ജെയിൻ, സിക്കീസ് എല്ലാവർക്കും ഹിന്ദു ലോ ബാധകമാണ്. പിന്നെ പറയുന്നത് കൺവേർട്ട് ആൻഡ് റീകൺവേർട്ട് സെക്ഷൻ 2 ക്ലോസ് 1 ക്ലോസ് സിയിൽ പറയുന്നത്. ഇതിൽ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിക്കീസ് മതങ്ങളിൽ കൺവേർട്ട് ചെയ്തവരും വീണ്ടും ആ മതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് റീകൺവേർട്ട് ചെയ്തവരും ഹിന്ദു ലോ പ്രകാരം ആണ് ഗവൺ ചെയ്യപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയാണ് ലെജിറ്റിമേറ്റ് ചൈൽഡ് ഓഫ് ഹിന്ദു പാരൻസ്. ലെജിറ്റിമേറ്റ് ചൈൽഡ് ഓഫ് ഹിന്ദു പാരൻസിൽ പറയുന്നത് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിക്കീസ് പാരൻസിൻ്റെ ലെജിറ്റിമേറ്റ് നിയമപരമായിട്ടുള്ള കുട്ടികൾ ഹിന്ദു ലോ ബാധകമാണെന്ന് പറയുന്നു. അടുത്താണ് ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ്. ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരൻ്റ് ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിഖ് ആയിരുന്നവർക്കും ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ വളർത്തപ്പെടുകയും ചെയ്ത ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹേതര കുട്ടികൾ എന്നാണ് പറയണത്. കുട്ടികൾക്കും ഹിന്ദു ലോ ബാധകമാണെന്നാണ് പറയുന്നത്. അടുത്താണ് പേഴ്സൺ എക്സ്ക്ലൂഡഡ് ഫ്രം ഹിന്ദു ലോ. ലോയിൽ പറയുന്നത് മുസ്ലിം, ക്രിസ്ത്യൻസ്, പാരീസ്, ജ്യൂസ് എന്നിവർക്ക് ഹിന്ദു ലോ ബാധകമല്ല. അവരവരുടെ സ്വന്തം പേഴ്സണൽ ലോസ് പ്രകാരമാണ് ഗവൺ ചെയ്യപ്പെടുന്നത്. പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതായത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് സെക്ഷൻ 2 ക്ലോസ് 2 പറയുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് STക്ക് സാധാരണയായി ഹിന്ദു ലോ ബാധകമല്ല. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്താൽ ഹിന്ദു ലോ ബാധകമാകാം. ഇനി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 2 പ്രകാരം ഹിന്ദു ലോ ബാധകമാകുന്നു. ഹിന്ദുസ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിക്കീസ്, കൺവേർട്സ്, റീകൺവേർട്സ്, ലെജിറ്റിമേറ്റ് ചിൽഡ്രൻസ് എന്നിവർക്കൊക്കെ ഇത് ബാധകമാണ്. ബാധകമല്ലാത്തവർ മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, പാരീസ്, ജ്യൂസ് കൂടാതെ ഷെഡ്യൂൾ ട്രൈബ്സ് സാധാരണയായി ഹിന്ദു ലോ ബാധകമല്ല. സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം ബാധകമാണ്. ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 2 പ്രകാരം ഹിന്ദുക്കൾ, ബുദ്ധിസ്റ്റ്, ജെയിൻ, സിക്കീസ്, കൺവേർട്സ്, റീകൺവേർട്സ്, ചില ലെജിറ്റിമേറ്റ് ചിൽഡ്രന് എന്നിവർക്കൊക്കെ ബാധകമാണെന്നാണ് പറയുന്നത്. മുസ്ലിംസ്, ക്രിസ്ത്യൻസ്, പാരീസിനൊന്നും ബാധകമല്ല, ഷെഡ്യൂൾഡ് ട്രൈബ്സിന്. അടുത്താണ് ഇറഗുലർ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിഡ് മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിലോട്ട് പോവാം. ഇതിൽ പറയുന്നത് ഇറഗുലർ മാരേജ് എന്നത് പൂർണ്ണമായി വാലിഡ് അല്ലാത്ത വിവാഹമാണ്. വിവാഹമാണ്. ഇതിന് ചില ലീഗൽ അല്ലെങ്കിൽ പ്രൊസീജിയർ ഡിഫക്ട്സ് ഉണ്ട്. നിയമപരമായ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റുന്ന കുറവുകളുണ്ടാകും. പക്ഷേ ഇത് വോയിഡ് മാരേജ് പോലെയല്ല. ഈ ഡിഫക്ട്സ് ഒക്കെ ടെമ്പററി അല്ലെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിഫക്റ്റ് മാറ്റി ഈ മാരേജ് സാഹിക് ആകും എന്നാണ് പറയുന്നത്. ഇനിയാണ് ഇതിൻ്റെ
ഗ്രൗണ്ട്സ് ഓഫ് ഇറഗുലർ മാരേജ്, നോൺ കംപ്ലൈൻസ് വിത്ത് പ്രിസ്ക്രൈബ്ഡ് ലീഗൽ ഫോർമാലിറ്റീസ്. അതായത് വിവാഹത്തിന് വേണ്ടിയ നിയമപരമായ ഫോർമാലിറ്റീസ് പാലിക്കാതിരുന്നാൽ വിവാഹം ഇറഗുലർ ആകും. പിന്നെ പറയണം ലാക്ക് ഓഫ് നെസസിറ്റീസ് വിറ്റ്നസ്, അതായത് ലോ പ്രകാരം വിറ്റ്നസ്സിനെ വേണമെന്ന സിറ്റുവേഷനിൽ ആവശ്യമായ വിറ്റ്നസ് ഇല്ലെങ്കിൽ വിവാഹം ഇറഗുലർ ആകും. പിന്നെ മാരേജ് ഡ്യൂറിങ് എ ടെമ്പററി പ്രോഹിബിഷൻ. അതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ പറയുന്ന ടെമ്പററി പ്രോഹിബിഷൻ, ഉദാഹരണം ഇദ്ദ പീരീഡ് ഉള്ളപ്പോൾ വിവാഹം നടന്നാൽ അത് ഇറഗുലർ ഫാസിഡ് ആകുമെന്നാണ് പറയുന്നത്. പിന്നെ മാരേജ് വിത്ത് സർട്ടൻ പ്രോഹിബിറ്റ് റിലേഷൻഷിപ്പ്, അതിൽ പറയുന്ന പ്രോഹിബിറ്റ് റിലേഷൻഷിപ്പിൽ വിവാഹം നടന്നാൽ ആ പ്രോഹിബിഷൻ പെർമനൻ്റ് അല്ലെങ്കിൽ ലോ അല്ലെങ്കിൽ കസ്റ്റം വഴി മാറ്റാൻ പറ്റുന്നെങ്കിൽ വിവാഹം ഇറഗുലർ ഫാസിഡ് ആകും. പിന്നെ ഫെയിലർ ടു സ്റ്റഡി സ്റ്റാറ്റ്യൂട്ടറി കണ്ടീഷൻ, അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാരേജ് പ്രൊസീജിയറിനെ സംബന്ധിച്ച് നിയമപരമായ കണ്ടീഷൻസ് പാലിക്കാതിരുന്നാൽ വിവാഹം ഇറഗുലർ ഫാസിഡ് ആകുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഡിഫക്ട്സ് ഇൻ രജിസ്ട്രേഷൻ ഓർ പ്രൊസീജിയർ, അതിൽ പറയുന്ന രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും പ്രൊസീജിയറിൽ ഉണ്ടായ പിഴവുകൾ വിവാഹത്തിൻ്റെ വാലിഡിറ്റി ബാധിക്കുന്നു, പക്ഷേ വിവാഹം പൂർണ്ണമായും വോയിഡ് ആകില്ല എന്ന് പറയുന്നു. ഇനിയാണ് ഫീച്ചേഴ്സ് ഓഫ് ഇറഗുലർ മാരേജ്. ഫീച്ചേഴ്സ് ഓഫ് ഇറഗുലർ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ മാരേജിനെ നമ്മൾ പ്രധാന ഫീച്ചേഴ്സാണ്. തുടക്കം മുതലേ പൂർണ്ണമായി വോയിഡ് അല്ല, ഡിഫക്റ്റ് സാധാരണയായി കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വാലിഡ് മാരേജ് വോയിഡ് മാരേജിൻ്റെ ഇടയിലുള്ള പൊസിഷനാണ്. ഡിഫക്റ്റ് മാറ്റിയ വിവാഹം വാലിഡ് ആകും, സാഹി മാരേജ് ആകും. ലീഗൽ എഫക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ മാരേജിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ടാകും. ചില സിറ്റുവേഷൻസിൽ പാർട്ടീസിന് ലീഗൽ പ്രൊട്ടക്ഷൻ ലഭിക്കും. ഇത്തരം വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടികൾ ലോ പ്രൊട്ടക്ഷൻ നൽകും. പിന്നെ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫുൾഫില്ല് ചെയ്ത വിവാഹം റെഗുലൈസ് ചെയ്ത് വാലിഡ് ആകും. ഈ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറഗുലർ മാരേജ് ഫാസിഡ് മാരേജ് എന്നത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലീഗൽ ഡിഫക്റ്റുള്ള വിവാഹമാണ്. ഈ ഡിഫക്റ്റ് ടെമ്പററി ആയതുകൊണ്ട് ലീഗൽ റിക്വയർമെൻറ്റ്സ് പാലിച്ചാൽ വിവാഹം വാലിഡ് ആകും. അതുകൊണ്ട് ഇത് വോയിഡ് മാരേജിൽ നിന്ന് വ്യത്യാസമാണ്. കാരണം വോയിഡ് മാരേജ് തുടക്കം മുതലേ പൂർണ്ണമായും ഇൻവാലിഡ് ആണെന്നാണ് പറയുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി SAA എന്നത് ജുവലൈൻ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ചിൽഡ്രൻ ആക്ട് 2015 സെക്ഷൻ 65 ആൻഡ് 66 പ്രകാരം അംഗീകരിക്കപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇതിൻ്റെ പ്രധാന ഉത്തരവാദിത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഓർഫൺ അനാഥരായ കുട്ടികൾ, അബണ്ടൻ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ, സറണ്ടഡ് പാരൻസ് നിയമപരമായി വിട്ടുകൊടുത്ത കുട്ടികൾ, ഇവർക്കൊക്കെ കെയർ, പ്രൊട്ടക്ഷൻ, റീഹാബിലേഷൻ, അഡോപ്ഷൻ നൽകുക എന്നതാണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡോപ്ഷൻ കാത്തിരിക്കുന്ന കുട്ടികളുടെ വെൽഫെയറും ബെസ്റ്റ് ഇൻട്രസ്റ്റും ഉറപ്പിക്കുക എന്നതാണ്. ഇനിയാണ് ഫങ്ഷൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി. ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആദ്യം പറയുന്നത്. അതായത് ഓർഫൻഡ്, അബണ്ടൻ്റ്, സറണ്ടഡ് കുട്ടികൾക്ക് കെയർ, ഷെൽട്ടർ, ഫുഡ്, എഡ്യൂക്കേഷൻ, പ്രൊട്ടക്ഷൻ എന്നിവ നൽകുന്നു. കൂടാതെ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി സുരക്ഷിതത്തിന് വേണ്ടി സ്നേഹപൂർണ്ണമായി ഒരു എൻവയോൺമെൻറ്റ് ഒരുക്കുന്നവർ. അടുത്താണ് മെഡിക്കൽ കെയർ ആൻഡ് ഹെൽത്ത് കെയർ. മെഡിക്കൽ കെയർ ആൻഡ് ഹെൽത്ത് കെയറിൽ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി കുട്ടികൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ, ട്രീറ്റ്മെൻറ്റ്, ഇമ്മ്യൂണൈസേഷൻ, അതായത് പ്രതിരോധ കുത്തിവെപ്പ്, റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് എന്നിവ ഒരുക്കുന്നു. ഇതിലൂടെ കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്ത് ഉറപ്പാക്കുന്നു. അടുത്താണ് ഡോക്ട്രിൻ ഓഫ്
Declaration of Children Legally Free for Adoption. The agency helps complete all ഡിക്ലറേഷൻ ഓഫ് ചിൽഡ്രൻ ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷൻ പറയുന്നത് സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി ലീഗൽ പ്രൊസീജിയർ പൂർത്തിയാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWCയുമായി ചേർന്ന് അർഹരായ കുട്ടികൾക്ക് ലീഗലി ഫ്രീ ഫോർ അഡോപ്ഷനായി ഡിക്ലെയർ ചെയ്യുന്ന പ്രോസസ്സ് പൂർത്തിയാക്കുന്നു. അടുത്താണ് ഹോം സ്റ്റഡി ആൻഡ് അഡോപ്ഷൻ ഫെസിലിറ്റേഷൻ. അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ട് അഡോപ്ഷൻ ഏജൻസി പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരൻസിന് ഹോം സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇതിലൂടെ അവർ കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ യോഗ്യരാണോ എന്ന് പരിശോധിക്കുന്നു. അതിനുശേഷം കുട്ടിയെ അനുയോജ്യമായ അഡോപ്റ്റീവ് ഫാമിലിയുമായി മാച്ച് ചെയ്യുന്നു. അപ്പോൾ എന്തിൽ പറയുന്നത് പ്രോസ്പെക്റ്റീവ് അഡോപ്റ്റീവ് പാരൻസ് അതിൻ്റെ ഹോം സ്റ്റഡി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഇതിലൂടെ ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാൻ യോഗ്യരാണോ എന്ന് പരിശോധിക്കുന്നു. പിന്നെ ഇതിന് ശേഷം കുട്ടീനെ അനുയോജ്യമായ അഡോപ്റ്റീവ് ഫാമിലിയുമായി മാച്ച് ചെയ്യുന്നു. അടുത്താണ് കൗൺസിലിംഗ് ആൻഡ് പോസ്റ്റ് അഡോപ്ഷൻ ഫോളോ അപ്പ്. ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി ബയോളജിക്കൽ പാരൻസും അഡോപ്റ്റീവ് പാരൻസിനെയും കൗൺസിലിംഗ് നൽകുന്നു. കൂടാതെ പോസ്റ്റ് അഡോപ്ഷൻ ഫോളോ അപ്പ് വിസിറ്റ് നടത്തി കുട്ടിയുടെ വെൽഫെയർ, പുതിയ കുടുംബത്തിലെ നല്ല അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉറപ്പാക്കുന്നു. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് അഡോപ്ഷൻ ഏജൻസി കുട്ടികളുടെ കെയർ, പ്രൊട്ടക്ഷൻ, റീഹാബിലേഷൻ, അഡോപ്ഷൻ എന്നിവയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇതിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ പരിപാലനവും സംരക്ഷണവും പിന്നെ ആവശ്യമുള്ള കുട്ടികൾക്ക് സുരക്ഷിതയും സ്നേഹപൂർണ്ണമൊരു കുടുംബ അന്തരീക്ഷം ലഭിക്കാൻ സഹായിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്താണ് പെറ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നസാബ് അണ്ടർ മുസ്ലിം ലോയിലാണ് ഇത് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലോയിൽ പെറ്റേണിറ്റി നസാബ് എന്നത് പിതാവും കുട്ടിയും തമ്മിലുള്ള നിയമപരമായ ബന്ധമാണ്. ഇത് കുട്ടിയുടെ ലെജിറ്റിമസിനെ നിയമസാധുതയുമായി വളരെ ബന്ധപ്പെട്ടാണ്. പെറ്റേണി വളരെ പ്രധാനമാണ്. കാരണം ഇത് താഴെ പറയുന്ന അവകാശങ്ങൾ തീരുമാനിക്കുന്നു. ഇൻഹെറിറ്റൻസ്, മെയിൻ്റെനൻസ്, ഗാർഡിയൻഷിപ്പ്, ഫാമിലി സ്റ്റാറ്റസ്. ഇതൊക്കെ മുസ്ലിം ലോ പ്രകാരം പെറ്റേണിറ്റി അംഗീകരിക്കുന്നു. അതായത് ലോഫുൾ മാരേജിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പെറ്റേണിറ്റി നിയമപരമായി അക്നോളജ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് പെറ്റേണിറ്റി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്താണ് മീനിങ് ഓഫ് പെറ്റേണിറ്റി. മീനിങ് ഓഫ് പെറ്റേണിറ്റിയിൽ പറയുന്നത് പെറ്റേണിറ്റി എന്നത് ഒരു പുരുഷനെ ഒരു കുട്ടിയുടെ നിയമപരമായ പിതാവായി അംഗീകരിക്കുന്നതാണ്. മുസ്ലിം ലോ പ്രകാരം സാഹിഹ് അല്ലെങ്കിൽ ഫാസിഡ് മാരേജിൽ ജനിക്കുന്ന കുട്ടി ഭർത്താവിന് ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണെന്ന് പ്രസ്യൂം ചെയ്യണം. അതായത് ഇല്ലിജിറ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ അവഹിത കുട്ടിക്ക് സാധാരണയായി പിതാവുമായി നിയമപരമായിട്ട് ബന്ധം ഉണ്ടാകില്ല എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്താണ് മോഡ്സ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് പെറ്റേണിറ്റി. മോഡ്സ് ഓഫ് എസ്റ്റാബ്ലിഷ് പെറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബൈ എ ഇറഗുലർ മാരേജ്. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റേണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഏറ്റവും പെറ്റേണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഏറ്റവും ശക്തമായ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ പാർട്ടീസിൻ്റെ സാഹിഹ് അല്ലെങ്കിൽ ഫാസിഡ് മാരേജ് ആണ്. അത്തരം വിവാഹത്തിൽ ജനിക്കുന്ന കുട്ടി ലെജിറ്റിമേറ്റ് ചൈൽഡ് ആണ് എന്ന് ലോ പ്രസ്യൂം ചെയ്യുന്നു. പിന്നെ ബൈ പ്രിസംപ്ഷൻ ഓഫ് ലെജിറ്റിമസി, അതായത് മുസ്ലിം ലോ ഗസ്റ്റേഷൻ പീരീഡ്, അതായത് ഗർഭകാലം മുതലേ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ലെജിറ്റിമസി പ്രസ്യൂം ചെയ്യുന്നത്. വിവാഹത്തിന് ശേഷം കുറഞ്ഞ 6 മാസം കഴിഞ്ഞ് ജനിച്ച കുട്ടി ലെജിറ്റിമേറ്റ് ആണ് എന്ന് പ്രസ്യൂം ചെയ്യുന്നു. വിവാഹബന്ധം അവസാനിച്ചതിന് ശേഷം ലോ
ആഗ്രഹിക്കുന്ന കാലയളവിൽ ജനിച്ച കുട്ടി ലെജിറ്റിമേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതായത് വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ലെജിറ്റിമേറ്റ് ചൈൽഡായിട്ട് പ്രസ്യൂം ചെയ്യും. വിവാഹബന്ധം അവസാനിച്ചതിന് ശേഷം ലോ അംഗീകരിക്കാനുള്ള കാലയളവിൽ ജനിച്ച കുട്ടിയാണ് ലെജിറ്റിമേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി അടുത്താണ് ബൈ അക്നോളജ്മെൻറ്റ് പെറ്റേണിറ്റി. പിന്നെ ഇക്രാർ നസാബ് എന്ന് പറയും. ഇതിനെ പറയുന്നത് മാരേജിൻ്റെ ഡയറക്റ്റ് പ്രൂഫ് ഇല്ലെങ്കിൽ ഒരു പുരുഷൻ ആ കുട്ടി തൻ്റെ കുട്ടിയാണെന്ന് അക്നോളജ്മെൻറ്റ് ചെയ്യണം. ഈ ലീഗൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ഈ അക്നോളജ്മെൻറ്റ് പിതാവും കുട്ടിയും തമ്മിലുള്ള നിയമപരമായിട്ടുള്ള ബന്ധം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി അടുത്താണ് കണ്ടീഷൻസ് ഫോർ വാലിഡ് അക്നോളജ്മെൻറ്റ്. എന്തൊക്കെ കണ്ടീഷൻസാണ് വാലിഡ് അക്നോളജ്മെൻറ്റ് ആവേണ്ടത്? അതായത് ഇതിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി വേറൊരാളുടെ ലെജിറ്റിമേറ്റ് ചൈൽഡ് ആകാൻ പാടില്ല. പിന്നെ ആ റിലേഷൻഷിപ്പ് ബയോളജിക്കലി പോസിബിളും ആയിരിക്കണം. പിന്നെ ഫാദറിന് അക്നോളജ്മെൻറ്റ് നൽകാൻ ലീഗലി കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം. പിന്നെ കുട്ടി അഡൾട്ട് ആണെങ്കിൽ ആ അക്നോളജ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അക്നോളജ്മെൻറ്റ് കള്ളമാകരുത്, ഫോൾസ് ആകരുത്. പിന്നെ ലീഗൽ എഫക്ട്സ് ഓഫ് പെറ്റേണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമാണ് ലീഗൽ എഫക്റ്റായ റൈറ്റ് ഓഫ് ഇൻഹെറൻസ്. അതായത് പിതാവും കുട്ടിയും പരസ്പരം ഇൻഹെറൻസ് റൈറ്റ് ലഭിക്കും. പിന്നെ പറഞ്ഞ റൈറ്റ് ടു മെയിൻ്റെനൻസ്, അതായത് പിതാവ് കുട്ടിയെ മെയിൻ്റെനൻസ് നൽകാനും സംരക്ഷിക്കാനും നിയമപരമായ ബാധ്യത ഉണ്ടാക്കും. പിന്നെ ഗാർഡിയൻഷിപ്പ് റൈറ്റ്സിൽ പറയുന്നത് പിതാവ് നാച്ചുറൽ ഗാർഡിയൻ്റെ അവകാശങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളും ലഭിക്കും. പിന്നെ ലെജിറ്റിമസി ഓഫ് ദ ചൈൽഡിൽ പറയുന്നത് കുട്ടിക്ക് ലെജിറ്റിമേറ്റ് ചൈൽഡിൻ്റെ സ്റ്റാറ്റസ് ലഭിക്കും. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട എല്ലാ ലീഗൽ റൈറ്റ്സും ലഭിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഡിസ്വോവൽ ഓഫ് പെറ്റേണിറ്റി, അതായത് പിതൃത്വം നിഷേധിക്കൽ എന്നാണ് ഇതിൻ്റെ പ്രോപ്പർ മലയാളം വേർഡ്. അതായത് ഡോക്ട്രിൻ ഓഫ് ലീയൻ പ്രകാരം ഭർത്താവിന് പെറ്റേണിറ്റി നിഷേധിക്കാം. അതായത് കുട്ടി തൻ്റെ അല്ല എന്ന് ഭർത്താവിന് ഔദ്യോഗികമായി ആരോപിക്കുന്നു. ഇത് ലോയിൽ പ്രൂവ് ചെയ്താൽ പെറ്റേണിറ്റിനെ കുറിച്ച് പ്രിസംപ്ഷൻ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ മുസ്ലിം ലോയിലെ പെറ്റേണിറ്റി നസാബ് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഗൽ കൺസെപ്റ്റാണ്. ഇത് കുട്ടിയുടെ ലീഗൽ സ്റ്റാറ്റസ് തീരുമാനിക്കുകയും ഇൻഹെറിൻസ്, മെയിൻ്റെനൻസ്, ഗാർഡിയൻഷിപ്പ് എന്നിവയുള്ള അവകാശങ്ങൾ നൽകുകയും ചെയ്യുന്നു. പെറ്റേണിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 3 വഴികളിലാണ്: മാരേജ്, ലീഗൽ പ്രിസംപ്ഷൻ, അക്നോളജ്മെൻറ്റ്. ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഫാമിലിയിലെ ലോയിൻ്റെ തത്വങ്ങളൊക്കെ പഠിച്ച് കുട്ടിയെ ലെജിറ്റിമസിയും വെൽഫെയറുമായിട്ട് സംരക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഇത്രയുള്ളൂ ഗൈസ്. താങ്ക് യു.